യെസ്, കിട്ടി. എന്ത് കിട്ടി? ആ പാസ്വേഡ് കിട്ടി. പാസ്വേഡ് കിട്ടിയെന്നോ? സത്യമായിട്ടും? യെസ്, നിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ നീ തന്നെ ഹെൽപ്പ് ചെയ്തു. ഞാനോ? എങ്ങനെ? നീയാണ് യഥാർത്ഥ സ്ത്രീ. സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം ഭർത്താവിനെ പോലും ജയിലിലടയ്ക്കാൻ സഹായിച്ചവളെന്ന് നിനക്ക് പേരും കിട്ടും. അത്രയ്ക്ക് അങ്ങോട്ട് പുകഴ്ത്തല്ലേ? ആ, എന്തായാലും പാസ്വേഡ് കിട്ടിയെന്നല്ലേ പറഞ്ഞത്. ഇനി ലോക്കർ കണ്ടുപിടിച്ചങ്ങ് തുറക്ക്. ചെല്ലു. അതിന് ലോക്കർ കിട്ടണ്ടേ? ആഹാ, ഇത് പണ്ടൊരു നമ്പൂതിരി പെട്ടി കള്ളം കൊണ്ടുപോയാൽ എന്താ, താക്കോൽ നോമിന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. നീ എന്നെ പറ്റിക്കുകയാണ്. ആ ലോക്കർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിനക്കറിയാം. എന്റെ ദൈവമേ, സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. ആ ബേക്കറിക്കാരി എന്റെ മുറിയിൽ തന്നെ പോയി കൂടിയോ? ഡി.കെ വരുന്നുണ്ട്. അയാള് തന്നെയാണ് സുപ്രിയെ കൊന്നതെന്ന് തെളിയിക്കണമെങ്കിൽ ആ ലോക്കർ കണ്ടുപിടിച്ചേ പറ്റൂ. ഞാനത് കണ്ടുപിടിക്കും വരെ കുറച്ചു നേരം നീ പുറത്തുനിന്ന് അയാളോട് സംസാരിക്കേ. ചെല്ല്. ആലോചിക്കാൻ സമയമില്ല. പോ, ചെല്ല്. അതെ. എത്ര ശാന്തമായ കണ്ണുകളായി ഹിറ്റ്ലറിന്റെ. എന്നിട്ടും സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ച സുപ്രിയെ ഇയാൾ കൊന്നെന്ന് പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും? ആ സിബിഐക്ക് എന്തോ ക്ലൂ കിട്ടിയെന്നല്ലേ പറഞ്ഞത്? ഈശ്വര, ഡി.കെ എങ്ങനെ തടയും? നീ എന്താടി വെടികൊണ്ട പന്നിയെ പോലെ പാഞ്ഞോടി വന്നത്? പറയടി ബേക്കറിക്കാരി. അയ്യോ, എന്റെ കൈ വേദനിക്കുന്നേ. അയ്യോ, എന്റെ കൈ വേദനിക്കുന്നേ. അയ്യോ, എന്റെ കൈ വിളിക്കേ. അയ്യോ, അത് കൈയല്ല, കാല. ആ വേദനയില് കാല് കൈയായി പോയതാ ഹിറ്റ്ലറെ. അയ്യോ, എന്റെ കാലാ ഉളിക്കിയത്. മുറിയിലേക്ക് പോ. വേണ്ട, എനിക്ക് മുറിയിലേക്ക് പോണ്ട. എനിക്ക് താഴെ എങ്ങാണ്ട് ഇരുന്നാ മതി. എന്നെ സോഫയെ കൊണ്ടിരുത്തപ്പോ. എന്നെ സോഫയെ കൊണ്ടിരുത്തോ. വായിങ്ങോട്ട്. അയ്യോ, 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 മിണ്ടാതെ നടക്കിങ്ങോട്ട്. അയ്യോ, അയ്യോ, എന്റെ അമ്മേ, എന്റെ കാല് എനിക്ക് വേദനിക്കുന്നു. അയ്യോ, അയ്യോ, എന്റെ കാലേ. അയ്യോ, എന്റെ കാലേ. ഓയോ, വേണ്ട. നിങ്ങളെ ബേക്കറിക്കാരിയുടെ കാല് പിടിക്കണ്ട. അതിനുള്ള തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. എനിക്കിതൊക്കെ കണ്ട സങ്കടം വരും. ഇതാണോ ഞാൻ ആഗ്രഹിച്ചത്? നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ച് കാണാനല്ലേ ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ പിന്നെ ഇത് കണ്ട എനിക്ക് ഫീൽ ആവൂലേ? ഈ വട്ട് പിടിച്ചോളൂ എല്ലാത്തിനും കാരണം. ഹിറ്റ്ലറെ ഞാൻ ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലോ.
എന്തായാലും ഇത്രയായി. ഇനി നീ എന്തൊക്കെ ചെയ്താലും നിന്നെ ഇനി എന്റെ മുറി കിടത്തുന്ന പ്രശ്നമില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നുമില്ല. പോരെ, നിങ്ങൾ എന്നോട് ഈ മുറിയിൽ കിടക്കാൻ പറയുന്നത് വരെ ഞാൻ ഈ മുറിയിൽ കിടക്കുന്ന പ്രശ്നമില്ല. ഒരു പുതപ്പ്, ഒരു പുതപ്പുകാരൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്നെ പുതച്ചങ്ങ് കിടന്നാ മതി. കാട്ടാളെ. ഇവര് തമ്മിൽ ലവില്ലെന്ന് ആരാ പറഞ്ഞത്? മുറിയിൽ നിന്ന് ഇറക്കി വിടുക, ആരും കാണാതെ രാത്രി ചെന്ന് പുതപ്പിക്കുക. ഈ മുറി കിടക്കാനുള്ള അവകാശം അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായാലും ഞാൻ ഹാപ്പിയാ. എന്റെ മരുമകൾ ഒരു വൈഫിന്റെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയുള്ള ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു. മൈ ലിറ്റിൽ കണ്ണാ, യു ആർ ഗ്രേറ്റ്. അടികൂടി രണ്ടിനെ ഒന്നിച്ചാക്കി ഒരു ഉണ്ണിക്കണ്ണനെയും കൂടി തരണേ എന്റെ ഭഗവാനെ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതാണോ നിങ്ങൾ ഇത്രയും നാൾ തെരഞ്ഞത്? അതെ, ഇതാണ് തെളിവ്. എന്റെ അനിയത്തിയുടെ മരണമൊഴി. നിന്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റാൻ ഇത് തന്നെ ധാരാളം. അതിന് ഇതിനകത്ത് സുപ്രിയയുടെ മരണമൊഴിയാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഇത് മറ്റെന്തെങ്കിലും ആയിക്കൂടെ? നീ വെറുതെ അവനെ ന്യായീകരിക്കണ്ട. ആദ്യം ഇത് കേട്ടു നോക്കട്ടെ, ബാക്കി പിന്നീട് തീരുമാനിക്കാം. ഇതെന്താ ഇത്? എന്താ ഇത്? ഓഡിയോ കാസറ്റും റെക്കോർഡറോ? ഈ പഴഞ്ചൻ കാസറ്റിൽ എന്താ ഉള്ളത്? ഈ റെക്കോർഡർ ഇപ്പോഴും വർക്ക് ചെയ്യോ? ഇതൊരു പഴയ കളക്ഷന്. വളരെ റയറായ ഒരു ഫോക്ക് സോങ്ങാ. ജ്യോതി ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയത്. കഴിക്ക. ഇതെന്താ? മദ്യം.
നോ, എന്റെ രീതികൾ ഞാൻ ഇനിയും മാറ്റിയിട്ടില്ല. എനിക്ക് കൂൾ ഡ്രിങ്ക്സ് മതി. എക്സ്ക്യൂസ് മീ. ഹലോ. നോ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയാണ്. എന്തുപറ്റി? എന്താ നെഞ്ചുവേദനയാണോ? എന്താ തോന്നുന്നേ? വേറെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എന്താ പറ്റി നിങ്ങക്ക്? ഒന്നുമില്ല, നിങ്ങക്കൊന്നും പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ആശുപത്രി പോയാലോ? ഞാനൊന്ന് ആംബുലൻസിനെ വിളിക്കട്ടെ. നിങ്ങളും ഇവിടെ ഇരിക്ക്. ഞാൻ ആംബുലൻസ് വിളിക്കാം. വേണമെങ്കിൽ ബ്ലഡ് അറേഞ്ച് ചെയ്യാം. എന്തൊന്നും മിണ്ടാത്തെ? ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? വേദന ഉണ്ടോ ഡിക്ക്? ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. മനസാക്ഷിയില്ലാത്തവനെ, നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളൊരു മനുഷ്യനാണോ? ചോറ് തന്ന കൈക്ക് തന്നെ കൊത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? മദ്യത്തിൽ നിങ്ങൾ വിഷം കലക്കിയല്ലേ? ദേഷ്യം വരുമ്പോ എന്തെങ്കിലും അലറി വിളിക്കുന്നല്ലാതെ ഈ ഹിറ്റ്ലർ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല. അറിയോ തനിക്ക്? നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? പറ്റിയത് എനിക്കല്ല, നിങ്ങൾക്കാ. ഇയാൾ ഈ മദ്യത്തിൽ എന്തോ കലക്കി നിങ്ങളെ കുടിപ്പിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നെഞ്ചുവേദന വന്നേ. എന്റെ നെഞ്ചു വേദനിച്ചത് മദ്യം കുടിച്ചോണ്ടല്ല, നീ വന്ന് ഇടിച്ചിട്ടാ. അതിന് ഇവന്റെ നെഞ്ചത്തോട് കയറുന്നെന്തിനാ? ഞാൻ മദ്യത്തിൽ വിഷം കലർത്തിന്നാണോ ഇവള് പറയുന്നേ? കുടിച്ചു നോക്ക്. വേണ്ട വേണ്ട. ഇയാൾ തരുന്നത് നിങ്ങൾ കുടിക്കല്ലേ? പോയി തരുമോ? ഞാൻ നിർത്തുക. നമുക്ക് മറ്റൊരു ദിവസം കൂടാം. എന്തേ കാണിച്ചത്? ജയം പോയത് കണ്ടില്ലേ? കുറച്ചു മുമ്പേ ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നിങ്ങൾക്ക് എന്തോ കുഴപ്പം പറ്റുന്നതായിട്ട്. അല്ലെങ്കിൽ നീ കാണുന്ന സ്വപ്നങ്ങളെല്ലാം മണ്ടത്തരങ്ങളല്ലേ? ജയരാമൻ എനിക്ക് വിഷമൊന്നും തന്നിട്ടില്ല. ഇത് കൂൾ ഡ്രിങ്ക്സാ. പിന്നെ എനിക്കിതൊക്കെ കണ്ട് മനസ്സിലാവട്ടെ. വെറുതെ ഭ്രാന്ത് പറയരുത്. ആണോ? എന്നാ പിന്നെ ഇത് കൂൾ ഡ്രിങ്ക്സ് ആണോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇവിടെ ജ്യോതി, അത് കൂൾ ഡ്രിങ്ക്സ് അല്ല. ഈ കൂൾ ഡ്രിങ്ക്സിന് ഒരു ടേസ്റ്റും ഇല്ല ഹിറ്റ്ലറെ. വല്ലാത്തൊരു ചവർപ്പ്. എന്തിന് ടേസ്റ്റ് ഇല്ലെന്നാ ജ്യോതിമോള് പറയുന്നേ? അതമ്മ ഈ കൂൾ ഒന്നുമില്ലമ്മേ. അല്ല, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടെ എല്ലാരും കൂടെ ലഡു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബേട്ടി, യു കം. നമുക്ക് ബ്യൂട്ടിഫുൾ ലഡു ഉണ്ടാക്കാം. എനിക്കൊരു കുഴപ്പമില്ലാന്ന്. എനിക്കറിയാം ഹിറ്റ്ലറെ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാ അടുത്ത സ്റ്റെപ്പ്. സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. ഇതുപോലെ എന്താ എനിക്കൊരു കറക്കം. ഹിറ്റ്ലറെ കറങ്ങുന്നുണ്ടല്ലോ. ഒന്ന് നേരെ നിക്കണ്ട ഹിറ്റ്ലറെ. ആ കൂൾ ഡ്രിങ്ക്സിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് കഴിച്ചപ്പോ ഇങ്ങനെ തലറങ്ങും.
അതിലെന്തോ മായം കലർത്തിയിട്ടുണ്ട് ഉറപ്പാ. പാവം കൂൾ ഡ്രിങ്ക്സിനെ ഞാൻ വെറുതെ സംശയിച്ചു. അതെ, ഈ അവസ്ഥയിൽ നീ അടുക്കളയിലേക്ക് പോകാതിരിക്കുന്ന നല്ലത്. നിനക്ക് നടക്കാൻ തന്നെ പറ്റുന്നില്ല. വാ, മുറിയിലേക്ക് വാ. ഞാൻ റൂമിലേക്ക് വരാനോ? മുന്നോട്ട് വെച്ച കാല് ഈ ജ്യോതി പിന്നോട്ട് വെച്ച ഹിസ്റ്ററി ഇല്ല. ഞാൻ ഓക്കെയാണ്, വീട് തന്നെ ഉണ്ട്. ഓപ്പട് കുഴപ്പമൊന്നും ഇല്ലെന്ന്, വീട് തന്നെ. നോക്കി ഇറങ്ങി ഇങ്ങോട്ട്. ഞാൻ വീടില്ല ഹിറ്റ്ലറേ. സൂക്ഷിച്ച്. നീ കണ്ടിട്ടുണ്ടോ? അമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ഇല്ല. എടി, ഈ പായസവും നിവേദ്യമൊക്കെ ഉണ്ടാക്കി ഇന്ന് വരെ ആരെങ്കിലും കൈലാസത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ പാഴ്സൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ തന്നെ പൂജിക്കും, നമ്മൾ തന്നെ അങ്ങ് തിന്നു. അപ്പൊ ഞാൻ ആദ്യം തിന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല ലഡു കേട്ടാ, നല്ല സൂപ്പർ. അല്ല, നിന്റെ ശബ്ദം എന്തെങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്? എന്താ? അല്ല, സാധാരണ നീ സംസാരിക്കുന്നത് ഇങ്ങനെ അല്ലല്ലോ. ഞാനിപ്പോ സംസാരിക്കുന്നത് എന്താടി കുഴപ്പം? പറയടേ പച്ചത്തോളെ. ഒരു ഉണ്ട പൊട്ടു എടുത്ത് നെറ്റി ഒട്ടി വെച്ചോളൂ. നോ 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 ടോക്ക്. ഷീ ടോക്ക്, യു ഹിയർ. അമ്മായിമ്മ പറയുന്നത് മരുമക്കള് കേട്ടാ മതി. യു ആർ റൈറ്റ് മമ്മി. മമ്മിയ അതെ, മമ്മി, മൈ സ്വീറ്റ് മമ്മി, മൈ ഡിയറസ്റ്റ് മദർ, എന്റെ പൊന്ന അമ്മച്ചി. നല്ല കമ്പിളികാരൊക്കെ പോലെ ഇരിക്കണം. തിന്നാനങ്ങ് തോന്നുന്നു. ഇവിടെ നിന്നെല്ലാം തകർക്കും. മദ്യപിക്കാതെ തന്നെ ബോധമില്ലാത്തോടാ. ഇപ്പൊ ഉള്ളിൽ മദ്യം കൂടി ഉണ്ടെന്ന് ഇവൾക്കറിയില്ലല്ലോ. ഇവിളിതെല്ലാം കൂടി പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുമോ എന്തോ. നല്ലപോലെ പരത്തി. നീ എന്താണ് കുന്നം പോലെ ഇങ്ങനെ ഇരിക്കവിടെ ഇരിക്കാൻ? ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഉണ്ണകണ്ടി നോക്കണേ? അയ്യോ, ഞാൻ ഈയിടെയായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ഭയങ്കര വൃത്തിയാടാ. അങ്ങനെ പെണ്ണുകാട്ട് സുന്ദരിയായിട്ട് നീ ഇരിക്കണ്ട. ഇതിനെ കാണിച്ചോ. എന്തുവാടി ഇത്? ഒരു ശ്രദ്ധയില്ലാതാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ടേബിളിന്റെ മുകളിലൊക്കെ നെയിൽ പോളിഷ് കോരി ഒഴിച്ചു. അതെ, നീ എന്താ ആലോചിക്കുന്നത്? ജ്യോതിയുടെ കാര്യമാണോ? അതിനിപ്പോ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവിനാശിനെ വിവാഹം കഴിക്കാൻ ചേച്ചി ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങളെ തമ്മിൽ വേറെ പിരിച്ച് അടങ്ങുന്ന മട്ടില്ല ചേച്ചി പെരുമാറുന്നത്. എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? അച്ഛനാണെങ്കിൽ ചേച്ചി പറയുന്നതേ വിശ്വസിക്കും. മോളെ, അതോർത്ത് നീ വിഷമിക്കണ്ട. നിന്നെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ നിന്റെ കല്യാണക്കാര്യം തീരുമാനിക്കാനും എനിക്കറിയാം. നോ ബേട്ടി, അവളൂടെ പഠിക്കട്ടെ. ഓ മൈ സ്വീറ്റ് അമ്മ, യു ആർ മൈ ഡാർലിംഗ്. നോ ബേട്ടി, യു നോ സ്പീക്കിംഗ്, ഐ സ്പീക്കിംഗ്. യു ആർ മൈ ഗോൾഡ്, മൈ സ്വീറ്റി. അമ്മ ഇവിടെ ഇങ്ങനെ കൊഞ്ചിക്കണ്ട. മതി ബാബു. അവളിവിടെ ഇരുന്നാ നിനക്കെന്താടാ? എന്റെ ബേട്ടി എന്തെങ്കിലും പറഞ്ഞാൽ അത് മാത്രം ഞാൻ സഹിക്കില്ല, പറഞ്ഞേക്കാം. ഇയാളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലമ്മേ, നന്നാവത്തില്ല. നന്നായാല പണ്ടേ അമ്മ ഇയാൾക്ക് നല്ല തല്ലു കൊടുത്തിരുന്നെങ്കിൽ ദാ ഇങ്ങനെ.
ഇത്ര ക്യൂട്ടായിട്ടുള്ള കവള് കാണുമ്പോ അടിക്കാൻ തോന്നുന്നേ ഇല്ല. ചാമിങ്. ഹൗ സ്വീറ്റ് മൈ ഡിയർ. വാ ഇങ്ങോട്ട്. പതുക്കെ, കുടിച്ച്. ഇറങ്ങ്. നീയോട് ഞാൻ അടിക്കാം. ഹലോ ഹലോ ഫോൺ തരാനാ പറഞ്ഞു. സിനിമ നടി നയൻതാര വിളിക്കും. സിനിമ നടി നയൻതാരയാണോ? നയൻതാര വിളിക്കും. ഞാൻ മിസ്സസ് ഹിറ്റ്ലർ. ഫോൺ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വരുമോ? നാളെ അലുവയും മത്തിക്കറി ആയാലോ? അല്ലെങ്കിൽ പൊങ്കലും ചിക്കൻ റോസ്റ്റും ആവാം. അത് വേണ്ട. എന്നാ ചെമ്മീൻ കൊണ്ട് ലഡു ഉണ്ടാക്കിയാലോ? സംസാരിച്ചില്ല നയൻതാര. എന്റെ നയൻതാര. ഹലോ, അല്ല ഈ മണ്ടത്തിനും പറയാതെ ഇത് ജയന, സുപ്രിയയുടെ ബ്രദർ. ആരാരെന്താ വേണ്ട വിഷത്തിന്റെ കുപ്പിയാ. ആ ഡസ്റ്റ്ബിന്നിൽ കിടന്നെനിക്ക് കിട്ടിയതാ. നോക്ക് നോക്ക്, ഇത് പോയിച്ചതല്ലേ? എടി നിനക്ക് വട്ടാണ്. നിനക്ക് എങ്ങനെ മനസ്സിലായി ഇത് പോയിസൺ ആണെന്ന്? ഇതില് സ്റ്റിക്കർ ഉണ്ട്, നോക്ക്. എവിടെ? കാണിച്ചേരാ. കാണുന്നില്ലല്ലോ. ഇതിനകത്തുണ്ടായിരുന്നല്ലോ. എന്റെ ഈശ്വര, വിഷം. എവിടെ സ്റ്റിക്കർ? കുറച്ചുണ്ടായിരുന്നു. മിണ്ടരുത്. ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും. സോറി ജയ, ഇവള് ഫിറ്റാ. നീ ഇതൊന്നും കാര്യാക്കണ്ട. ഏയ് നോടിയൊക്കെ, ജ്യോതി നിന്റെ ഭാര്യയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നിന്റെ രക്ഷയും സുരക്ഷയൊക്കെ അവളുടെ കടമയല്ലേ? ഇറ്റ്സ് ഓക്കെ. കെട്ടുവിട്ടിട്ടില്ല. നീ കൊണ്ടുപോയി കിടത്ത്. പറഞ്ഞു തീർന്നില്ലെന്ന്. ശീലമില്ലാത്തൊരു കുടിച്ചാ ഇങ്ങനെ ഇരിക്കും. കാണാത്തതൊക്കെ കാണും, കേൾക്കാത്തതൊക്കെ ഞാൻ ഹിറ്റ്ലറിന്റെ വൈഫ് തന്നെയാ. ഞാൻ ഇങ്ങനെ രക്ഷിക്കും. ഇനി ഒരു തവണ കൂടി ഇതുപോലെ ചെയ്ത വെറുതെ വിടില്ല ഞാൻ. നിങ്ങൾ എത്ര വലിയ സീരിയാണെങ്കിലും വരാം. ഇപ്പൊ ഞാൻ വിട്ടായിരിക്കും, വിട്. പക്ഷേ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം കേട്ടാ. മറക്കില്ല ഞാൻ. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. കൊന്നോളെ ഞാൻ. നിങ്ങളെ വിഷപ്പാമ്പ്. മറക്കണ്ട, വായിക്കോട്ടെ. നിങ്ങളെ കൊല്ലും ഞാൻ കേട്ടാ. രക്ഷിക്കും പോലും. ഭർത്താവിനെ രക്ഷിക്കാൻ എത്ര കച്ചകെട്ടി ഇറങ്ങിയാലും ഞാൻ അവനെ ജയിലിലടയ്ക്കും. അതിനി അധികം താമസിക്കില്ല. കഴിയുമെങ്കിൽ നീയൊന്ന് രക്ഷിക്കാൻ നോക്ക്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലറിന്റെ വഴിക്ക് വരരുതെന്ന്. എന്നിട്ട് പിന്നെയും വരെ നാണല്ലോ എനിക്ക്. ജേട്ടാ ഒന്ന് നിന്നേ. എനിക്ക് ജേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? ജ്യോതി എന്തിനാ ജേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? എങ്ങനെ? മദ്യത്തില് വിഷം ചേർത്തെന്ന് പറഞ്ഞ് അവള് ബഹളം വെച്ചത് എന്തിനാണെന്ന്. ഏയ്,
അവള് ചുമ്മാ ലഹരിയുടെ പുറത്ത് വെറുതെ എന്തോ പറഞ്ഞതാ. അല്ല, ജ്യോതിയുടെ വാക്കുകളിൽ സത്യം ഉണ്ടെന്നാ എനിക്ക് തോന്നിയത്. ജേട്ടാ, നിങ്ങൾക്കും ജ്യോതിക്കും ഇടയിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ. തുറന്ന് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എന്താ നിങ്ങൾക്കിടയിലെ രഹസ്യം? എന്താ ഇത് മായ, നിനക്കെന്നെ അത്രയ്ക്ക് സംശയമാണോ? അത് തീർക്കാനല്ലേ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് ചോദിച്ചത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കറിയില്ല. നിന്റെ സംശയം നീ തന്നെ തീർക്കുന്നതാണ് നല്ലത്. എനിക്ക് പറയാൻ രഹസ്യങ്ങളൊന്നും തന്നെയില്ല. ജേട്ടനൊന്നും മനസ്സിലാക്കണം. DKയുടെ ജീവിതത്തിൽ ഒരധികപ്പറ്റായിട്ട് ജീവിക്കുന്നവളാണ് ജ്യോതി. രണ്ടാം മല കയറി പോവന്റെ അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. മൂന്നാം മല കയറി പോവണ്ടേ അവിടുന്ന് തലകുത്തിൻ്റെ ഇപ്പൊ തലകുത്തി വീണേനെ. തലയും കുത്തി ചാടണ്ടേ. നാലാം മല കയറി പോ. അയ്യോ, എന്റെ മൂത്ത മരുമകളല്ലേ ഈ അനന്തശയനം കിടക്കുന്നത്. എന്താ ഇവിടെ ഇങ്ങനെ? എന്താണ് നീ കാണിക്കുന്നേ? എന്തോന്ന്? നിനക്ക് നോക്കി നടന്നൂടെ? നിനക്ക് നോക്കി കിടന്നൂടായിരുന്നോ? ഞാൻ ഉറങ്ങുമല്ലായിരുന്നോ? ബെഡ്റൂമിൽ കിടന്നുറങ്ങാതെ നീ എന്തിനാ ഇവിടെ ഒന്ന് കിടന്നുറങ്ങുന്നത്? അത് എന്റെ ഇഷ്ടം. മനസ്സിലായി. എന്നെ പോലെ നീയും ബെഡ്റൂമിൽ നിന്ന് പുറത്തായല്ലേ? അതൊന്നുമല്ല. ശ്രീയേട്ടൻ ഇതുവരെ വന്നില്ല. ഞാൻ ശ്രീയേട്ടനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയതാ. മുഖവാതിൽക്കൽ സ്നേഹം വിടക്കുന്ന പൂന്തിങ്കളാകുന്നു. എടി, നിനക്ക് എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുരുക്കിൽപ്പെടുത്തി ഉപദ്രവിക്കാനല്ലാതെ സ്വന്തം ഭർത്താവിനെ പോലും നോക്കാൻ അറിഞ്ഞൂടാ. അല്ലേലും അതിനിപ്പോ എവിടെന്നാ സമയം? എടി, നിന്റെ നോട്ടക്കുറവ് കൊണ്ടാ നിന്റെ ശ്രീയേട്ടൻ വീട്ടിലോട്ട് വരാത്തത്. ആദ്യം നീ നിന്റെ കുടുംബം നല്ലതുപോലെ നോക്കാൻ നോക്ക്. എന്നിട്ട് വേണം നീ എന്നോട് വഴക്കിന് വരാൻ. മനസ്സിലായടി മരുമകളെ? എനിക്കും അത് തന്നെയാ നിന്നോട് പറയാനുള്ളത്. എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ വരണ്ട. അതെ, ഈ വീട്ടില് നിന്റെ അമ്മായിയമ്മ ഞാൻ. അതുകൊണ്ട് എന്നോട് ഉത്തരവിടാൻ നിക്കണ്ട. പ്രോട്ടോകോൾ അനുസരിക്കാൻ ഞാൻ പറയും. നീ അത് അനുസരിച്ചാ മതി. ഓക്കെ? എനിക്ക് ആരുടെയും സജഷൻ ഒന്നും ആവശ്യമില്ല. മനസ്സിലായ? കള്ളു കുടിച്ചതിന്റെ കെട്ടി നീ ഇറങ്ങിയിട്ടില്ലല്ലേ? നീ എന്തെടുക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? ഞാനൊരു ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. അല്ല, ഞാൻ മദ്യപിച്ചെന്ന് വിചാരിച്ച് നീയും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ നിക്കണ്ട കേട്ടാ. ഞാൻ കുടിച്ച കള്ളിന്റെ കേട്ട് ഇറങ്ങിയോ ഇല്ലയോ എന്ന് നീ നോക്കണ്ട. ഇപ്പൊ ഞാൻ വന്നത് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാ. ഞാൻ ഇച്ചിരി കള്ളു കുടിച്ചെന്ന് വെച്ച് നീ എന്നെ താഴ്ത്തിക്കെട്ടാൻ നിക്കല്ലേ മരുമകളെ. ഞാൻ മനഃപൂർവ്വം എടുത്ത് കുടിച്ചോന്നും അല്ലല്ലോ, അറിയാതെ ഒത്തിരി കുടിച്ചു പോയി. അങ്ങനെ ഞാൻ കുടിക്കാൻ കാരണം ആ CBI ആ. അവ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. അവന് ഞാൻ വച്ചിട്ടുണ്ട്. ഇവക്ക് കള്ളു കുടിച്ചതിന്റെ കെട്ട് ഇതുവരെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ചോദിച്ചാ ചിലപ്പോ ഇവളുള്ളിലുള്ള രഹസ്യങ്ങൾ പറഞ്ഞേക്കും. വൃത്തിയിട്ടവനെ, അവനെ ഞാനുണ്ട്. എന്താടി ഇങ്ങനെ നോക്കുന്നേ? നീ ഇവിടെ ഇരിക്കും ജ്യോതി. ഇങ്ങനെ ആടി ആടി അവിടെ ഫ്രിഡ്ജിലെങ്ങാനും ചെന്ന് മുട്ടിയാ താഴെ വീഴും. കുടിക്കാനുള്ള വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. ഇരിക്കെ. എന്താടി എനിക്ക് പെട്ടെന്നൊരു സ്നേഹം? സ്നേഹമൊന്നുമല്ല, നീ എവിടെയെങ്കിലും മറിഞ്ഞു വീണാ ഞങ്ങൾക്കല്ലേ മെനക്കേട്. അതുകൊണ്ടാ. വാ, പിടിക്കണ്ട, ഞാൻ ഇരുന്നോളാം.
വെള്ളം ഇത്തിരിയും മിനിയൊന്നും പോരാ, ഒരേ വേണം. എനിക്ക് നല്ല ദാഹമുണ്ട്. കുടിക്കേ. താങ്ക്സ്. അയ്യോ